DGP നിയമന വിഷയത്തിൽ മലക്കം മറിഞ്ഞ് മുതിർന്ന CPM നേതാവ് P. ജയരാജൻ സർക്കാർ തീരുമാനം സർക്കാരാണ് വിശദീകരിക്കേണ്ടത്. മന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിച്ചാണ് പ്രതികരിച്ചത്. തന്റെ പ്രതികരണം മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു. സൈബർ സഖാക്കളെ കൈവിട്ടു. CPMന്റെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കുന്നതായും P. ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, P. ജയരാജൻ വളരെ പെട്ടെന്ന് മലക്കം മറിയുകയാണ്. DGP നിയമനത്തിൽ എതിർപ്പറിയിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ അത് വളച്ചൊടിച്ചതാണ്. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, സർക്കാരിൻ്റെ തീരുമാനത്തെ താൻ അനുകൂലിക്കുകയാണ് ചെയ്തത് എന്ന് ഇപ്പോൾ P. ജയരാജൻ പറയുന്നു. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. എന്താണോ പാലക്കാട് P. ജയരാജൻ പറഞ്ഞത് അതിൽ നിന്നാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക്, അതായത് താൻ മന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിച്ചാണ് പറഞ്ഞത് എന്നുകൊണ്ട് P. ജയരാജൻ രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, തൻ്റെ പ്രതികരണം മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. മന്ത്രിസഭാ തീരുമാനത്തിൽ ഒരു വ്യതിചലനവും തനിക്കില്ല, സർക്കാർ തീരുമാനം സർക്കാരാണ് വിശദീകരിക്കേണ്ടത് എന്നും P. ജയരാജൻ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും, അതായത് സർക്കാർ തീരുമാനത്തിനൊപ്പമാണ് താനെന്ന് പറയുമ്പോൾ പോലും റവാഡ ചന്ദ്രശേഖരൻ്റെ നിയമനത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. അതായത് ഈ റവാഡ ചന്ദ്രശേഖരന് കൂത്തുപറമ്പ് വെടിവെപ്പിൽ യാതൊരു പങ്കുമില്ല എന്ന ചോദ്യത്തിന് അതിന് കൃത്യമായൊരു മറുപടി പറയാൻ P. ജയരാജൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് തനിക്കൊറ്റ നിലപാടേ ഉള്ളൂ, അതാണ് താൻ പാലക്കാട് പറഞ്ഞത് എന്നാണ്. അതായത് വീണ്ടും കൂത്തുപറമ്പ് ഓർമ്മിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. എന്നാൽ മുൻ നിലപാടിൽ നിന്ന് ഈ ഒരു സർക്കാരിനൊപ്പമാണ് താനെന്നൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനും P. ജയരാജന് സാധിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് വളരെ ഗുരുതരമായ ഒരു ആരോപണം P. ജയരാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്, ഈ പാലക്കാടെ പ്രസ്താവന താൻ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ദല്ലാൽ നന്ദകുമാർ വിളിച്ചിരുന്നു. DGP നിയമന കാര്യത്തിൽ ഏഷ്യാനെറ്റിനൊരു പ്രത്യേക അഭിമുഖം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നും P. ജയരാജൻ പറയുകയുണ്ടായി. ഈ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ, അതായത് ദല്ലാൽ നന്ദകുമാർ വിളിച്ചതിന് തൊട്ടു പിന്നാലെ ഏഷ്യാനെറ്റ് പ്രതിനിധിയും വിളിച്ചു. ദല്ലാൽ നന്ദകുമാറും ഏഷ്യാനെറ്റും തമ്മിൽ എന്താണ് ബന്ധമെന്നും ഈ P. ജയരാജൻ ചോദിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഏതായാലും ഈ സർക്കാർ തീരുമാനത്തിനൊപ്പമാണ് താനെന്ന് പറയുമ്പോൾ പോലും ഈ റവാഡ ചന്ദ്രശേഖരൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ശക്തമായ മറുപടി അല്ലെങ്കിൽ മുൻ നിലപാട് പച്ചയ്ക്ക് തിരുത്താൻ അല്ലെങ്കിൽ പരസ്യമായി തിരുത്താൻ P. ജയരാജൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. വിനോദ്, തീർച്ചയായും DGP ആയി റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് P. ജയരാജൻ ഉയർത്തിയ വിവാദങ്ങൾ അത് താൻ സർക്കാരിനെ വിമർശിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ മലക്കം മറിയുകയാണ് P. ജയരാജൻ. പക്ഷേ തൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ള ഒരു പ്രഖ്യാപനവും P. ജയരാജൻ നടത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള.